ശുഭാരംഭത്തിലേക്ക് സ്വാഗതം. ആത്മീയ കഥകളിൽ ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം പ്രാർത്ഥനയും പ്രവൃത്തിയും. അതെ, പ്രാർത്ഥന അത് മനുഷ്യനെക്കാലത്തും ഒരു ആത്മബലത്തിനായി കൊണ്ടു നടക്കുന്ന ഒരു വസ്തുതയാണ്. നമുക്ക് നമ്മുടേതായ പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആരോടും പറയാനില്ല എങ്കിൽ, ആരും കേൾക്കാനില്ലെങ്കിൽ, നാം സ്വയം നമ്മളോട് തന്നെ പറയുകയോ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയോട്, നമ്മൾ വിശ്വസിക്കുന്ന ഓരോ ദൈവങ്ങളോട് ആ പേര് ചൊല്ലി വിളിച്ച് നമ്മുടെ സങ്കടങ്ങൾ പറയുന്നു. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരേപോലെ നമ്മൾ ആവർത്തിച്ച് പറയുന്ന പല വാക്കുകൾ, അത് മന്ത്രരൂപേണയും എത്തുന്നു. അപ്പോൾ പ്രാർത്ഥന കൊണ്ട് മാത്രം നമുക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ പ്രാർത്ഥന കൊണ്ട് മാത്രമാകില്ല. പ്രാർത്ഥനയും പ്രവൃത്തിയും അത് സമന്വയിപ്പിക്കുന്നിടത്താണ് റിസൾട്ട്, ഫലമുണ്ടാകുന്നത്. ഇപ്പോൾ ഭക്തരായിട്ടുള്ള നിരവധി ആൾക്കാരെ നമുക്കറിയാം. ഭക്തരുടേതായിട്ടുള്ള ഭക്തിയുടേതായിട്ടുള്ള അടയാളങ്ങളുമൊക്കെ ശരീരത്തിൽ കാണാം, സ്ഥിരമായും ടെമ്പററി ആയിട്ടുമൊക്കെ. പക്ഷേ ഇവരൊന്നൊരു മാറ്റം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, സാധാരണ വലിയ ഭക്തിയും പ്രാർത്ഥനയും ഇല്ലാത്തവരെക്കാട്ടിലും ദുസ്സഹമാണ് പലരുടെയും ജീവിതവും ചിന്താഗതിയും എല്ലാം തന്നെ. പ്രാർത്ഥനയും പ്രവൃത്തിയും, ഈ ഒരു ജീവിതകാലം മുഴുവൻ പ്രാർത്ഥനയും ഭക്തിയായിട്ട് നടന്നിട്ടും ഒരു മാറ്റവും സംഭവിക്കുന്നില്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഫലമില്ലല്ലോ. അപ്പോൾ ഈ ഒരു സംശയവുമായിട്ട് ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ പോവുകയുണ്ടായി. നല്ല പരമഭക്തനായിട്ടുള്ള ശിഷ്യനാണ്. അതിൻ്റേതായ പൊതുവേ ഉള്ള കാര്യങ്ങളൊക്കെ പുറമേ നോക്കിയാൽ അയാൾ ഭക്തനാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. അപ്പോൾ ഈ ഭക്തനായിട്ടുള്ള ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞാനൊരു പിൽഗ്രീം യാത്ര, ഒരു തീർത്ഥയാത്രയ്ക്ക് പോവുകയാണ്. നിരവധിയായ ക്ഷേത്രങ്ങളൊക്കെ സഞ്ചരിച്ച് 2 മാസത്തെ യാത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് പുണ്യസ്ഥലങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. ആ വിവരമൊക്കെ ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞു. ഗുരുവിന് വളരെ സന്തോഷമായി. കൊള്ളാം, നല്ല കാര്യമാണ്, നീ ഈ ഒരു സമയത്ത്, ഈ വ്രതാനുഷ്ഠാന കാലഘട്ടത്തിൽ ഒരു ആത്മീയ യാത്ര ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അങ്ങനെയാണല്ലോ നമ്മൾ പുണ്യമാസങ്ങളിലൊക്കെ തീർത്ഥയാത്രകളൊക്കെ നടത്താറുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ശിഷ്യനും ഒരു അനുവാദം ചോദിക്കലും അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഉപദേശവും എനിക്ക് നൽകാനുണ്ടോ എന്ന് ഈ ഗുരുവിനോട് ചോദിച്ചു. പിന്നെ ഗുരു പറഞ്ഞു, ഏതായാലും തീർത്ഥയാത്രയ്ക്ക് പോവല്ലേ, പോകുമ്പോൾ ഒരു കാര്യം കൂടെ കൈ കരുതിക്കൊള്ളുക, നല്ല ഒരു നാളികേരം പൊതിഞ്ഞ് കയ്യിലെടുത്തേക്കണം എന്ന് പറഞ്ഞു. അത് കൃത്യമായ രീതിയിൽ തന്നെ നമ്മുടെ ശിഷ്യൻ വലിയ ഒരു നാളികേരം ഭംഗിയായിട്ട് ചെത്തി ഒരുക്കി കയ്യിലെടുത്തു, തൻ്റെ സഞ്ചിയിലിട്ടു. ഗുരു പറഞ്ഞതനുസരിച്ച് യാത്ര തുടർന്നു. പക്ഷേ ഗുരു ഒരു കാര്യം കൂടെ പറഞ്ഞു, നീ തീർത്ഥയാത്രാ വേളയിൽ എന്തെല്ലാം പുണ്യകാര്യങ്ങൾ ചെയ്യുന്നോ ആ വേളയിലൊക്കെ നീ ചെയ്യുന്നതൊക്കെ ഈ നാളികേരത്തിലും ചെയ്യണം. ഉദാഹരണം പറഞ്ഞാൽ, താൻ കുളിക്കുകയാണെങ്കിൽ തേങ്ങയും കുളിപ്പിക്കുക, അവിടെ ഭസ്മവും കുങ്കുമവും തൊടുമ്പോൾ തേങ്ങയും തൊടിയിക്കുക, ഉറങ്ങുന്ന സമയത്ത് അത് അരികിൽ വെക്കുക. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഈ യാത്രാവേളയിൽ ചെയ്യുന്നു, അപ്പോഴെല്ലാം ഒരു സുഹൃത്തിന് ചെയ്തു കൊടുക്കുന്നത് പോലെ തന്നെ ഈ തേങ്ങയിലും ചെയ്യണം എന്ന് പറയും. അങ്ങനെ ശിഷ്യൻ യാത്ര തുടർന്നു. ഓരോരോ ദിവസങ്ങൾ കൊഴിഞ്ഞു പോവുകയാണ്. വളരെയേറെ ദിവസങ്ങൾക്ക് ശേഷം പുണ്യമായ നിരവധി ക്ഷേത്രങ്ങളും ദേവാലയങ്ങളും ഒക്കെ സഞ്ചരിച്ച് മടങ്ങി വന്നു. ഗുരുവിനെ കാണുവാനായി എത്തി. ഗുരു ഇപ്പോൾ ചോദിച്ചു, ഞാനന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നോ? എൻ്റെ ശിഷ്യൻ പറഞ്ഞു, തീർച്ചയായിട്ടും, അങ്ങ് പറഞ്ഞ നാളികേരം എൻ്റെ കയ്യിലുണ്ട്. നാളികേരം നോക്കിയപ്പോൾ വളരെ വലിയ ചൈതന്യമുണ്ട് അതിനകത്ത്. കാരണം ഇത്രയും ദിവസം കുളിപ്പിക്കുകയും അതിന് കളഭം പൂശുകയും ഭസ്മം തൊടിയിക്കുകയും ഒക്കെ ചെയ്ത് കാരണം അതിൻ്റെ പുറമേയുള്ള നാരുകളെല്ലാം പോയി നല്ല ഷൈനിങ്, തിളങ്ങുന്ന രീതിയിലായി. ഇതിന് പ്രത്യേക ചൈതന്യം വന്നിട്ടുണ്ട് ഈ തേങ്ങയ്ക്ക്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്, കർപ്പൂരത്തിൻ്റെ, നെയ്യുടെയൊക്കെ. അപ്പോൾ കൊള്ളാമല്ലോ, തേങ്ങയ്ക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടല്ലോ പുറമേ. അതുകൊണ്ട് ഇതൊരു കാര്യം ചെയ്യൂ, താങ്കൾ കൈവച്ചോളൂ, കൊണ്ടുപോവുക. ഇന്ന് കൊണ്ടുപോയിട്ട് ഇത് കറി വെക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഭക്ഷണം കഴിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു. തനിക്ക് ഇഷ്ടമുള്ള കറികൾ ഈ തേങ്ങ കൊണ്ട് വെക്കുക, അത് കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. അടുത്ത ദിവസം ഇതേപോലെ ശിഷ്യൻ ഈ തേങ്ങ കൊണ്ടുപോയി പാചകം ചെയ്ത് അതിൽ നിന്നുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് തിരികെ വന്നു. ഗുരു ചോദിച്ചു, എന്താ ചെയ്ത ആ തേങ്ങ കൊണ്ട്? ചെന്നപ്പം ഭാര്യ പറഞ്ഞു, ഈ തേങ്ങ കൊണ്ട് അവിയലാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് വെക്കാൻ സാധിക്കും. അങ്ങനെ അവിയലിന് വേണ്ടിയിട്ട് ഈ തേങ്ങ ചേർത്തു. അപ്പം നമ്മുടെ ഗുരു ചോദിച്ചു,
ഈ അവിയലിൻ്റെ സ്വാദ് എങ്ങനെയുണ്ടായിരുന്നു? പിന്നെ ശിഷ്യൻ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, പ്രത്യേകിച്ച് വലിയ സ്വാദൊന്നുമില്ല, പണ്ടുണ്ടാക്കിയ അവിയലിൻ്റെ അതേ സ്വാദൊക്കെ തന്നെയുള്ളൂ, തേങ്ങ ഇട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഈ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഗുരു പറഞ്ഞു, ഇത് തന്നെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. നമ്മൾ പുറമെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു, കുറച്ചൊക്കെ പുറമെ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ അകക്കാമ്പിൽ മാറ്റം ഉണ്ടാകുന്നില്ല. ഇത്രയൊക്കെ ആത്മീയമായ രീതിയിലുള്ള സഞ്ചാരങ്ങളൊക്കെ നടത്തിയിട്ടും തിരികെ വന്നിട്ട് നമ്മളിലൊരു മാറ്റം വന്നില്ലെങ്കിൽ പുറമേ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വലിയ കഥയൊന്നുമില്ല. നമ്മളെപ്പോഴും പ്രാർത്ഥനയും ആ പ്രാർത്ഥനയോടൊപ്പം തന്നെ ദൈവത്തിന് പൊതുവേ കൊടുത്തിരിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. സ്നേഹമാണ്, ശാന്തിയാണ്, അല്ലെങ്കിൽ സഹകരണമാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ അംശം നമ്മളിലേക്ക് വരുന്നില്ല എങ്കിൽ ഈ പ്രവൃത്തിയെല്ലാം, പ്രാർത്ഥനയെല്ലാം ചെയ്യുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ ഈ മാറ്റം വരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പുറമേ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ വളരെ ദൂരദേശത്തേക്ക് തന്നെ ആത്മീയമായ യാത്രകൾ നടത്താറുണ്ട്, അതിനുവേണ്ടി വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യാറുണ്ട്. ഇതെല്ലാം ചടങ്ങുകളായിട്ടെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലൊരു പരിവർത്തനം അല്ലെങ്കിൽ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടാകണമെങ്കിൽ ആന്തരികമായ രീതിയിൽ എന്താണോ ആത്മീയതയുടെ സാരാംശം, ഉള്ളിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന കഥയ്ക്കുള്ളിലെ കഥ, അതറിഞ്ഞ് ജീവിതത്തിൽ ഒരുപാടൊന്നും പകർത്താൻ സാധിച്ചില്ലെങ്കിലും ഒരു സ്റ്റെപ്പെങ്കിലും എടുക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുമ്പോഴാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആത്മീയ മാർഗങ്ങളിലൂടെ ഒരു വ്യക്തിയിൽ പരിവർത്തനം അല്ലെങ്കിൽ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുകയുള്ളൂ. എപ്പോഴും മനുഷ്യൻ്റെ മനസ്സ് ഒരേ സ്ഥായിയായ അവസ്ഥയിലല്ല, അത് പലപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഓരോ മണിക്കൂറിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരു ദിവസത്തിൻ്റെ പല പ്രാവശ്യം മനസ്സിൻ്റെ വിഹലതകൾ മാറിയും തിരിഞ്ഞും വരും. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് തമോ ഗുണം എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ തീരെ ആലസ്യം, പെട്ടെന്നൊരു മുഷിപ്പ്, മടുപ്പ്, ലേസ്നെസ് എന്നൊക്കെ പറയും. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് രജോ ഗുണം എന്ന് പറയും. ദേഷ്യം, കാലുഷ്യം, എന്തെന്നില്ലാത്ത സ്പർദ്ധ. അതിന് കാരണമുണ്ടാകാം, കാരണമില്ലാതെയും ഈ പറയുന്ന ഇമോഷൻ വരാം. അതായത് രജോ ഗുണം. മറ്റൊന്നാണ് സത്വഗുണം, സ്വാത്വിക്, ശാന്തിയുള്ള അല്ലെങ്കിൽ പീസ്ഫുള്ളായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള ഒരു അവസ്ഥ. അപ്പോൾ ഈ 3 ഗുണങ്ങളെ ബാലൻസ് ചെയ്ത് പോകാനാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രാർത്ഥനകളും പ്രവൃത്തികളും. പ്രാർത്ഥനയിൽ പ്രവൃത്തി വരുമ്പോൾ മാത്രമേ ഈ സത്വരജ തമോ ഗുണങ്ങളെ ഒന്ന് തിരിച്ചറിയാനും സത്വഗുണത്തിനെ എല്ലായ്പ്പോഴും മെജോറിറ്റി ഓഫ് ടൈം നിലനിർത്താനായിട്ട് തമോ ഗുണത്തെയും രജോ ഗുണത്തെയും ബാലൻസ് ചെയ്യുക. പലപ്പോഴും ഇന്ന് വൈകിട്ട് നമുക്ക് നല്ല സ്വാത്വികമായ ചിന്തയിലായിരിക്കും ഉറങ്ങാൻ കിടക്കുന്നത്. നാളെ രാവിലെ പുലർച്ചെ എഴുന്നേൽക്കണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ള ചിന്തയിലാണ്. അത് സത്വഗുണത്തിലാണ്. പക്ഷെ രാവിലെ ആകുമ്പം മനസ്സ് എന്തായി മാറുന്നു? തമോ ഗുണത്തിലേക്ക്. നാളെ ആകട്ടെ, പിന്നെ ആകട്ടെ എന്നുള്ള ചിന്തയൊക്കെ വരും. ആരോ പുറത്തോട്ട് ബാക്ക് പുൾ ചെയ്യുന്ന പോലെ ഉണ്ടാകും. ഇത് ദിവസവും തുടർന്നാലും സംഭവിക്കും, ഈ വ്യക്തി ആലസ്യത്തിലേക്ക് പോകും. ഇതിനാണ് പ്രാർത്ഥനകൾ രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ, ആദ്യ നിമിഷങ്ങളിൽ തന്നെ നല്ല പോസിറ്റീവായിട്ടുള്ള സജഷൻസാണ്, നിർദ്ദേശങ്ങളാണ് പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനകളിലൂടെ തമോ ഗുണത്തിൽ നിന്ന് ഉയർത്തുക, മനസ്സിനെ ഉയർത്താനുള്ള ആ ഒരു പ്രക്രിയ. അല്ലെങ്കിൽ പലപ്പോഴും രജോ ഗുണം, എല്ലാത്തിനോടുമുള്ള ദേഷ്യം, കാലുഷ്യം, അത് അറിഞ്ഞും അറിയാതെയും നമ്മളിലേക്ക് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഏത് സമയത്തും കടന്നു വരാം. ഈ വേളയിലും നമുക്ക് പ്രാർത്ഥനയിലൂടെ ഇതെല്ലാം ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം പ്രാർത്ഥനയും അതിൽ പ്രവൃത്തിയും കൂടെ എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും സമഗ്രമായ ഒരു സമുന്നതയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.